പെഹൽഗാമിലെ ഡുൺവിൻ താഴ്വരയിൽ മനോഹരമായൊരു നദി മുറിച്ച് കടന്നാൽ നൂർ മുഹമ്മദിൻ്റെ വീടാണ്. അവിടെയാണ് ഇന്നത്തെ താമസവും ഭക്ഷണവും. കഥ പറയാം. അയ്യേ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും പെഹൽഗാമിലെത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രസിദ്ധമായ ടൂറിസം കേന്ദ്രങ്ങളിൽ നിന്നൊരൽപ്പം മാറി ഡുൻവിൻ താഴ്വരയിൽ മനോഹരമായൊരു ഗ്രാമത്തിലേക്കാണ് ഇത്തവണത്തെ യാത്ര. ശാന്തമായൊരു അന്തരീക്ഷം. പുത്തനുടുപ്പുകളെന്ന പോലെ മലഞ്ചെരുവുകൾ പച്ച പുതച്ച് ചമഞ്ഞൊരുങ്ങിയിരിക്കുന്നു. കിളികൾ സംഗീതമീട്ടിക്കൊണ്ടിരിക്കുന്നു. അരുവികൾ അവയ്ക്ക് താളമിടുന്നു. ഹുഷാമദീദ്. ഗ്രീൻ കാർപ്പറ്റ് വിരിച്ച് പ്രകൃതി എന്നെ കാശ്മീരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി ഈ രാജകീയ സ്വീകരണത്തിന്. നൂർ മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് ഈ താഴ്വരയിലൂടെ ഒരൽപ്പം നടക്കാനുണ്ട്. സ്നേഹപൂർവ്വം ഒരു ഊന്നുവടി അദ്ദേഹം എനിക്ക് ആദ്യം സമ്മാനിച്ചു. മലകൾ അനായാസം കയറിയെത്താൻ ഈ വടി ഉപകരിക്കുമത്രേ. കാശ്മീർ താഴ്വരയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഝലം നദിയിലെത്തിച്ചേരുന്ന പോഷക നദിയാണിത്. ഇതാദ്യം മുറിച്ചു കടക്കണം. നൂർ മുഹമ്മദ് കൈകൾ ചേർത്തു പിടിച്ച് കൂടെ തന്നെയുണ്ട്. നദി കടന്നെത്തുന്നത് മറ്റൊരു ലോകത്താണ്. പച്ച വിരിച്ചൊരു പുൽമൈതാനം. അവിടെ യഥേഷ്ടം ആടുകൾ മേഞ്ഞു നടക്കുന്നു. അവയിൽ ചിലത് നൂർ മുഹമ്മദിൻ്റെതാണ്. ഇവയിൽ നിങ്ങളുടേതേതെന്ന് എങ്ങനെ തിരിച്ചറിയും എന്നായിരുന്നു എൻ്റെ സംശയം. ആടുകൾക്ക് മേൽ പ്രത്യേക നിറം നൽകി അടയാളങ്ങൾ ഇടുന്നതാണ് ഗ്രാമീണ രീതി. ഈ പച്ച നിറം നൽകിയവയാണ് ഇദ്ദേഹത്തിൻ്റെത്. പുൽമൈതാനത്തിൻ്റെ അതിരുകളിൽ നിറയെ വ്യത്യസ്ത മരങ്ങളുണ്ട്. പ്രധാനമായും പൈൻ മരങ്ങളാണ്. ക്രിസ്മസ് മരങ്ങളും കാട്ടുബദാമും ഈ കൂട്ടത്തിലുണ്ട്. ഒടുവിൽ നമ്മൾ ഗ്രാമമെത്തിയിരിക്കുന്നു. മരച്ചില്ലകളാൽ അതിരിട്ട് ഈ പലകകൾ ചേർത്തു വെച്ചതാണ് ഗേറ്റ്. കടന്നെത്തുന്നത് ഒരു നില മൺവീട്ടിലേക്കാണ്. മണ്ണ് തേച്ചെടുത്ത ഭിത്തി, മരങ്ങൾ പാകി മുകളിൽ ഷീറ്റുമേഞ്ഞ മേൽക്കൂര, കാർപ്പറ്റ് വിരിച്ച നിലവും, ഹാളിനൊരൊറ്റ അടുക്കളയും ഇങ്ങേയറ്റം ലിവിങ് സ്പേസും, അകത്തിതുപോലെ ഒരു കിടപ്പുമുറിയും. വീട്ടിലെത്തിയപ്പോഴാണ് കൗതുകകരമായൊരു കാര്യം കണ്ടത്. വാതിലെപ്പോഴും തുറന്നു വെക്കാൻ ചെറിയൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗംഭീരമായൊരു ഛായ സൽക്കാരവും ശേഷം ഒരു തനിനാടൻ കാശ്മീരി വിരുന്നുമൊരുക്കിയാണ് നൂർ മുഹമ്മദ് ഞങ്ങളെ വരവേറ്റത്. നൂർ മുഹമ്മദിൻ്റെ വീട്ടിൽ നിന്നൊരൽപ്പം കൂടി മലമുകളിലേക്ക് സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്നത് ഒരു സ്വപ്ന ലോകത്താണ്. ആ കാഴ്ചകളിലേക്ക് കൂടി നമുക്കൊന്ന് പോയി വരാം. പ്രകൃതിയെ മരങ്ങളും അരുവികളും പുൽമൈതാനങ്ങളും ചേർന്ന് പൊതിഞ്ഞു വെച്ചതുപോലൊരു അനുഭവം. ഈ കാഴ്ചകളിലേക്ക് സൂര്യകിരണങ്ങൾ ഇടയ്ക്കിടെ ഒളിഞ്ഞു നോക്കുന്നു. തളിരും മലരും തരുപ്പടർപ്പും തണലും തണുവണിപ്പുൽപ്പരപ്പും കളകളം പെയ്തങ്ങുമെങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും. ചങ്ങമ്പുഴ കവിതകളിലെ ഈ വരികളുടെ അതേ ദൃശ്യാവിഷ്കാരം. ഇടയ്ക്കാണ് ഈ കുടുംബത്തെ പരിചയപ്പെട്ടത്. മലമുകളിലെ തങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. കുതിരപ്പുറത്ത് 3 മണിക്കൂർ സഞ്ചരിച്ചാൽ വീടെത്തുമത്രേ. 2 ആഴ്ചയിലൊരിക്കൽ മലയിറങ്ങി അവശ്യ സാധനങ്ങൾ സമാഹരിച്ച് വീണ്ടും മല കയറും. വൈവിധ്യം എന്ന വാക്കിൻ്റെ വിശാലതയെക്കുറിച്ചാണ് ഞാൻ അപ്പോൾ ചിന്തിച്ചത്. ആഹാ, മനോഹരം. കാശ്മീരിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നും യാത്രകൾ ഏതു രീതിയിൽ പ്ലാൻ ചെയ്യാമെന്നും പലരും എന്നോട് നിരന്തരം ചോദിക്കാറുണ്ട്. കാശ്മീർ യാത്രകളിൽ നിങ്ങളുടെ ഒരു സഹായിയായി, കാശ്മീരിൻ്റെ യഥാർത്ഥ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാനായി പുതിയൊരു സംവിധാനം നമ്മൾ ആരംഭിക്കുകയാണ്. ദിൽകഷ്, ദിൽസേ കാശ്മീർ. ഗ്രാമത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലുണ്ട്. നമുക്കൊന്ന് ഊഹിക്കാൻ പോലും സാധിക്കാത്ത വിധമുള്ള ജീവിത രീതികൾ പുലർത്തുന്ന ഒട്ടേറെ മനുഷ്യർ കാശ്മീരിൽ എന്നല്ല ലോകത്തെമ്പാടുമുണ്ട്. അത്തരം മനുഷ്യരിലേക്ക് എത്തിച്ചേരാനാവുക എന്നത് വല്ലാത്തൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. വീണ്ടും കാണാം.